Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്നൊക്കെ ഒരുപാട് ആപ്സ് ഒക്കെ വന്നു തുടങ്ങിയ കാലമല്ലേ. ഞാനും ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്യട്ടെ. അല്ല, ഇതെന്താണ്? ജിൻ ആപ്പോ? ഇതിനെങ്ങനെ ഡൗൺലോഡ് ചെയ്യാ? ഈ ആപ്പിൽ 3 പ്രാവശ്യം തടവണം. ഈ ആപ്പ് 3 പ്രാവശ്യം തടവിയാൽ ഡൗൺലോഡ് ആവുന്നതാണ്. എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഹലോ, ഐ ആം ന്യൂ ജിൻ. ഹാപ്പി. അല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ജിന്ന് ചേട്ടാ? ആപ്പിലുള്ള ജിന്ന് ശരിക്കുള്ള ജിന്നാവോ? ജിന്ന് ശരിക്കും വിളക്കിന്നല്ല പുറത്തു വരേണ്ടത്. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈടെക്കിന്റെ കാലമാണിത് മോനെ. അതുകൊണ്ട് ഞങ്ങൾ ജിന്മാരും ഇപ്പോൾ ഹൈടെക് ആയി മാറിയിരിക്കുന്നു. പറയൂ, ഹൗ കൻ ഐ ഹെൽപ് യു? എനിക്കൊരു ജിന്നിനെ കിട്ടി. ഒരു കാര്യം പറയോ ചേട്ടാ, എന്തുകൊണ്ടാ നിങ്ങൾ ഭൂതങ്ങളൊക്കെ ചേർന്ന് എല്ലാവരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാത്തത്? നിങ്ങൾ ആരെടുത്ത് പോകുന്നോ അയാളെ മാത്രമല്ലേ നിങ്ങൾ സഹായിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാ നിങ്ങൾ മറ്റുള്ള ജനങ്ങളെ ഒന്നും സഹായിക്കാത്തത്? പറയൂ ജിന്നെ, എന്നോട് ഉത്തരം പറയൂ. സർ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അത്ര സുലഭമുള്ള കാര്യമല്ല. ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖമായും ആവാം. ഒറ്റയടിക്ക് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് അത്ര സുലഭമുള്ള കാര്യമല്ല. താൻ എന്നാൽ ഒരു ജിന്നായി മാറി ഇതെല്ലാം ചെയ്തു കാണിച്ചേ. ഞാനെങ്ങാനും ഒരു ദിവസം ജിന്നായി മാറിയാലുണ്ടല്ലോ, ഈ ഫുർഫുറി നഗരത്തിലുള്ള ഒരു ജനങ്ങളും പിന്നെ ദുഃഖം എന്താണെന്ന് പറയില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ താങ്കൾ ഒരു ദിവസമല്ല, ഒരാഴ്ചത്തേക്ക് ജിന്നായി മാറി ഇവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കൂ. ഞാൻ ഒരു ഹോളിഡേക്ക് പോയിട്ട് വരാം. കുറെ കാലമായി ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ലെന്നേ. ഓക്കേ, ഡൺ. അതെ എന്റെ ഹാപ്പി ചേട്ടാ, ഞാനിപ്പോ ശരിക്കും ജിന്നായി മാറിയോ? ശരിക്കും ഒരു സംശയമില്ല. അതെ, ഞാൻ ശരിക്കും ജിന്നായി മാറിയേ. മോട്ടു എന്ന ജിൻ. താങ്ക് യു ഹാപ്പി ചേട്ടാ. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. താങ്കൾക്ക് തങ്ങളുടെ ശക്തികൾ സ്വയം പ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കാരണം എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാനും പറ്റില്ല. ഓക്കേ, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി ആരും തന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഈ മോട്ടോവിനെ വന്ന് കാണൂ, ജീവിതം ആസ്വദിക്കൂ. സോറി പത്ലു, ഞാൻ പറയുന്നത് ആദ്യം കേക്ക്. ഇന്ന് ഞാനൊരു ജിന്നായി മാറിയിരിക്കുകയാണ്. മോട്ടു എന്ന ജിൻ. വരൂ, ഫുർഫുറി നഗരത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ എനിക്ക് സമയമായിരിക്കുന്നു. ഞാൻ പറയുന്നത് കേക്ക്. അവിടെ നിൽക്ക് മോട്ടു. ചായക്കട ചേട്ടാ, നല്ല ചൂടുള്ള സമൂസ കഴിക്കാൻ എടുക്കൂ. ഇന്ന് എല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്, ഒരുപാട് സന്തോഷമുള്ള ദിവസം. ഞാൻ ജിന്നായി മാറി കേട്ടോ. എനിക്കറിയാം ഇതൊക്കെ തന്നെ കളിയാന്ന്. നീ എന്ത് വേണം ചോദിച്ചോളൂ, ഈ ജിന്ന് നിനക്കത് സാധിച്ചു തരുന്നതായിരിക്കും. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ അത് നോക്കിയിട്ട് തന്നെ കാര്യം. എന്താശയും നടത്തി തരുമോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. എന്റെ മോട്ടു ആഗ്രഹം നടത്തുന്നതിന് മുമ്പ് എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു മനസ്സിലാക്ക. ഓക്കെ പത്ലു, ഓക്കെ. ചായക്കാരാ, ആദ്യം നിന്റെ ആഗ്രഹം എന്താണെന്ന് എന്നോട് പറ. എന്റെ ആഗ്രഹം എനിക്ക് 1 കോടി രൂപ കിട്ടണമെന്നാ. തഥാസ്തു.
ഇതെന്തായി ഞാൻ കാണുന്നേ? സത്യത്തിൽ ഞാൻ കോടിപതി ആയല്ലോ. താങ്ക് യു മോട്ടു, താങ്ക് യു വെരി മച്ച്. ശരിക്കും നീ ഒരു ജിന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മോട്ടു. നീ ഞാൻ ജയിക്കും. നിന്റെ ആഗ്രഹം സാധിച്ചെന്നില്ലേ? അതുകൊണ്ട് ഈ സന്തോഷത്തിനായി ഇന്നെനിക്ക് ഫ്രീ ആയിട്ട് സമൂസ കഴിക്കാൻ തരണം. ഓക്കേ? എന്തെങ്കിലും പറഞ്ഞോ? ഏതെങ്കിലും കോടിപതി ഇന്നേ വരെ ആർക്കെങ്കിലും സമോസ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? പറ. കൊള്ളാം, നല്ല കാര്യം. ഇനി ഞാൻ 5 സ്റ്റാർ ഹോട്ടലിലെ കഴിക്കൂ. ഇപ്പൊ കണ്ടില്ലേ, ആലോചിക്കാതെ എടുത്തു ചാടി ഓരോരുത്തരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്ത എന്താ സംഭവിക്കാന്ന്. ഒരു മിനിറ്റ്, എനിക്ക് ഗസീട്ടാറാമിന്റെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നുന്നു. അവന്റെ പുതിയ കാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പത്ലു വരൂ, ഗസീട്ടാറാമിന് ഇപ്പോഴെന്റെ ആവശ്യമുണ്ട്. പൊളിച്ചെടുത്തല്ലോ എന്റെ പുതിയ കാറ്, തകർത്ത് കളഞ്ഞല്ലോ. മോട്ടു പത്ലു, നിങ്ങളോട് ഇപ്പൊ ആരങ്ങോട്ട് കെട്ടിയെടുക്കാൻ പറഞ്ഞേ? സോറി, നിങ്ങൾ രണ്ടുപേരോടും ഞാൻ സോറി ചോദിക്കുന്നു. ഗസീട്ടാറാമേ, നീ ഒരു വിഷമത്തിലാന്നറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്നാണ് ഞാൻ മോട്ടു എന്ന ജിന്നായി മാറിയത്. എനിക്കുള്ളിൽ ഇപ്പൊ ജിന്നിന്റെ ഒരു ശക്തിയുണ്ട്. പൊളിച്ചെടുത്തല്ലോ. മോട്ടു, ഇപ്പൊ നീ പറഞ്ഞത് സത്യമാണോ? എനിക്ക് ഒരുപാട് സന്തോഷമായി. നോക്ക്, ഞാൻ വണ്ടി ഓടിച്ചു വരുമ്പോ ഇയാള് ഭയങ്കര ഫാസ്റ്റായി വന്ന് എന്റെ വണ്ടിയിൽ ഇടിച്ചൊരു സ്ക്രാച്ച് വരുത്തിയിട്ടുണ്ടെന്നേ. നിങ്ങളാണ് എന്റെ കാറ് തകർക്കുകയും ചെയ്തു. ഇപ്പൊ എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പുതിയ ബ്രാൻഡ് കാർ എനിക്ക് തരണം. ഇപ്പൊ തന്നെ തരണം. സോറി ഗസീട്ടാറാം, ഞാൻ കാരണം ഒരു സാധനം നശിച്ചാലുണ്ടല്ലോ, അതെനിക്ക് ഒരിക്കലും ശരിയാക്കി കൊടുക്കാനേ പറ്റില്ല. പിന്നെ നീയൊക്കെ എന്തോന്ന് ജിന്ന്, ഞാൻ തന്നെ വെറുതെ വിടില്ല. വിളിച്ചെടുത്തല്ലോ. നിക്കാൻ അവിടെ നിക്ക്, ഉടനെ നിക്കാനല്ല പറഞ്ഞ. എന്റെ അമ്മോ, മോട്ടു പത്ലു, നിങ്ങൾ വീണ്ടും സീലിംഗിലൂടെ ലാൻഡ് ചെയ്തല്ലോ. മോട്ടു ജിന്നായിരിക്കാണ്. ഇവന്റെ അകത്ത് മുഴുവനും ജിന്നിന്റെ പവർ കേറിയിരിക്കുകയാണ്. എന്ത്? മോട്ടു ശരിക്കും ജിന്നായി മാറിയെന്നോ? എന്നാ പിന്നെ കുറ്റവാളിയുടെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുക്കൂ. അതെ ചിങ്കം സാറേ, പിന്നെന്താ, നിങ്ങൾ എന്ത് വേണം ചോദിച്ചോളൂ, ഞാനത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ സാധിച്ചു ഈ തരാം. കുറ്റവാളികൾ ഓരോന്ന് ചോദിച്ച് ആവശ്യപ്പെട്ട് എനിക്കത് കേട്ട് എന്റെ ചെവി വേദനിച്ചിട്ട് വയ്യ. ഇവരുടെ ആഗ്രഹം എന്താണെന്ന് അറിയോ? ഇവരിൽ ചിലർക്ക് കഴിക്കാൻ പിസ്സ വേണം, ചിലർക്ക് ബർഗർ വേണമത്രേ. ഞങ്ങൾക്ക് കുറ്റവാളികൾക്ക് ഈ ആഹാരം ഒന്നും കൊടുക്കാൻ കഴിയില്ല. ഇവന്മാരുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ എവിടുന്ന് സാധിച്ചു കൊടുക്കും? അതെ ചിങ്കം സാറേ, വൈ ഫിയർ വെൻ മോട്ടു ദ ജിൻ ഈസ് ഹിയർ. നിങ്ങളൊക്കെ എന്നോട് മനസ്സ് തുറക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണെന്ന് എന്നോട് പറയൂ. മോട്ടു ജിന്ന്, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്ക്. നിങ്ങൾ മനസ്സിൽ എന്ത് ആലോചിച്ചാലും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നേ, സത്യം. മോട്ടു ജിന്ന്, ഞങ്ങൾ എല്ലാവരും ആലോചിച്ചു കഴിഞ്ഞു. തഥാസ്തു. അവര് ആഗ്രഹം തീർത്തു കൊടുക്കാനാ പറഞ്ഞത്, അല്ലാതെ അവന്മാരെ ഇവിടുന്ന് പറഞ്ഞു വിടാനല്ല. എന്റെ അമ്മോ, മോട്ടു, നീ കാരണമാണ് അവന്മാർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. ഇപ്പൊ നീ തന്നെ അവരെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നോളണം. അതെ മോട്ടു, നീ ഞങ്ങളുടെ വീട്ടിലെല്ലാം തല്ലിപ്പറിച്ച് വെച്ചിരിക്കുകയാണ്. അത് ശരിയാക്ക്. മോട്ടു, നീ കാരണം കുറ്റവാളികളൊക്കെ രക്ഷപ്പെട്ടു പോയി. അവരെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വന്നേ. എനിക്ക് എന്റെ പുതിയ കാർ ഇപ്പൊ തന്നെ വാങ്ങി തരണം. മതി. എനിക്കൊരു ജിന്നു ആവണ്ടായേ. എനിക്ക് ജിന്നാവണ്ട. ഹാപ്പി ജിന്നെ, എന്റെ അടുത്തേക്ക് വരൂ പ്ലീസ്. ഹലോ മൈ ഫ്രണ്ട്, എന്ത് പറ്റി? ഒന്നും ചോദിക്കണ്ട. എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒരുത്തനെ സഹായിക്കാൻ ചെന്ന മറ്റൊരുത്തന്നെ അതൊരു വലിയ പ്രശ്നമാവുന്നു. പിന്നെ ഞാൻ എങ്ങനെ സഹായിക്കും? എനിക്ക് ജിന്നാവണ്ട. എനിക്ക് സാധാരണ മനുഷ്യനായ മതി.
താങ്ക് യു വലിയേട്ടാ. ഹാപ്പി ചേട്ടാ, എനിക്ക് മനസ്സിലായി ഒരു ജിന്നായിട്ട് മറ്റുള്ളവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന്. ആ അങ്ങോട്ട് നോക്കൂ സഹോദരന്മാരെ, ശരിക്കുള്ള ജിൻ വന്നിരിക്കുന്നു. വാ നമുക്ക് അദ്ദേഹത്തോട് നമ്മുടെ വിശ്വസ് ചോദിക്കാം. അതെ ജിൻ ചേട്ടാ, എനിക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ പറ്റും, പക്ഷേ ഞാനത് ചെയ്യില്ല. കാരണം ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത് സ്വയം അധ്വാനിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് സ്വയം പ്രയത്നിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ ശ്രമിക്കൂ. അബ്രകഡാബ്ര. ഓക്കെ മോട്ടു, അപ്പോൾ ഞാൻ പോവാണ്. ബൈ ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.